മുല്ലപ്പെരിയാർ ക്രൈം ത്രില്ലർ മെഴുവേലി ബാബുജി. ഇതെങ്ങാനും പൊട്ടിപ്പോകുമോ അണ്ണാ, ആൾക്കാർ പറയുന്നത് പോലെ? ആദിശങ്കരൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടായിരുന്നു ജുവലിൻ്റെ ചോദ്യം. ആദി മിണ്ടിയില്ല. പകരം കരിമീൻ പിടയുന്നത് പോലെയുള്ള അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കിടന്നു. ജുവലിൻ്റെ ചുവന്നു തുടുത്ത അധരങ്ങളും വെണ്ണയുടെ നിറവും ചുരുണ്ട തലമുടിയുമൊക്കെ എന്നും അവന് ഹരമാണ്. മിനുസമേറിയ പാറപ്പുറത്ത് അവളുടെ മടിയിൽ തലവെച്ച് ഏറെ നേരം ഇങ്ങനെ മലർന്ന് കിടക്കണം. പെരിയാറ്റിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന കൂറ്റൻ തേക്കുമരം, അതിനു താഴെ പാറയിടുക്കിൽ ചെറിയ ഒരു ജലാശയം. കണ്ണീർ പോലെയുള്ള വെള്ളത്തിലൂടെ പാറയോട് പറ്റിച്ചേർന്ന് കറുപ്പും ചുവപ്പും കുത്തുകളുള്ള ചെറിയ മത്സ്യങ്ങൾ നീങ്ങുന്നത് ജുവൽ കണ്ടു. നേരം ഉച്ച കഴിഞ്ഞതേയുള്ളൂ. കുളിക്കാനും നനയ്ക്കാനും മറ്റും ആളുകൾ അവിടെ എത്താൻ കുറേ നേരം കൂടി കഴിയും. ഇരുവർക്കും അതറിയാം. അതുകൊണ്ട് തന്നെ ഈ നേരത്താണ് അവരുടെ സമാഗമം. തേക്കിൻ ശിഖരത്തിനിടയിലൂടെ അകലെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഒരു ഭാഗം കാണാം. അതുവഴി നേർത്ത ഒരു ചാല് പോലെ ജലം പതഞ്ഞൊഴുകുന്നു. ഒരിക്കൽ കൂടി ജുവൽ ഡാമിന് നേരെ നോക്കി. പൂർണ്ണ ഗർഭിണിയെ പോലെയാണ് അവൾക്ക് തോന്നിയത്. അത് പൊട്ടിപ്പോയാൽ? പേടിക്കൊണ്ട് വീണ്ടും അവൾ ആദ്യയോട് ചോദ്യം ആവർത്തിച്ചു. ഹോ, ഭണ്ഡാരമടങ്ങാൻ. അല്പനേരം സ്വസ്ഥമായി കിടക്കാമെന്ന് കരുതി ഇങ്ങോട്ട് വന്നപ്പം ഒടുക്കത്തെ നിൻ്റെ ഒരു ചോദ്യം. ഉള്ള മനസമാധാനം കൂടെ കളയാൻ. ആദിക്ക് ദേഷ്യം വന്നു. അയ്യടാ, സ്വസ്ഥമായി കിടക്കാൻ ഞാനെന്താ കട്ടിലാണോ? അവൾക്കും ശുദ്ധി വന്നു. അങ്ങനെ കരുതിയാലും തെറ്റില്ലടി. കട്ടിലിനെ കിടന്നാൽ ഇത്രയും സുഖം കിട്ടതില്ല. നെറ്റിയിലേക്ക് വീണ കോലൻമുടി മാടി ഒതുക്കിക്കൊണ്ട് ആദി ചിരിച്ചു. ഹോ, വാ തുറന്നാൽ പുളിച്ച കള്ളിൻ്റെ നാറ്റം. ഇതൊന്ന് അടച്ചു വയ്ക്കുന്നുണ്ടോ? അവൾ അവൻ്റെ പിരിച്ചു വച്ചിരിക്കുന്ന കനത്ത മീശയിൽ പിടിച്ച് ഒന്ന് തടവി. എന്തടച്ചു വയ്ക്കാൻ? കള്ളുക്കുപ്പിയുടെ അടപ്പോ? അവൾ എന്തു പറഞ്ഞാലും അവന് തമാശയാണ്. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അവൾ മുഖം തിരിച്ചു. രാത്രിയാണെങ്കിൽ പേടി കാരണം ഉറങ്ങാൻ പറ്റത്തില്ല. പകലെങ്കിലും ഇത്തിരി ആശ്വാസം കിട്ടട്ടെ എന്ന് കരുതിയാൽ കള്ളുകുടിയൻ മൂക്കറ്റം കയറ്റി വെച്ച് വന്നോളും. ഒരു കാറ്റ് വീശി. നദിയിൽ അവിടെ അവിടെ കൂട്ടം കൂടി നിൽക്കുന്ന കാളപ്പുല്ലുകൾ ഇളകിയാടി. എടി പെണ്ണേ, അതും കൂടി പറയാനാണ് ഞാനിന്ന് വന്നത്. ഇന്നലെ വരെയുള്ള എൻ്റെ ജീവിതത്തിന് മൊത്തം ഒരു മാറ്റം വരുത്താൻ ഞാനങ്ങ് തീരുമാനിച്ചു. അപ്പോൾ കള്ളുകുടിയും ഗുണ്ടായുസവും നിർത്തുക അല്ലേ? അവൾക്ക് സന്തോഷമായി. കോപ്പ്. അവൻ എഴുന്നേറ്റിരുന്നു. നീണ്ട കൈകളൊന്ന് വീശി കുടഞ്ഞു. മരക്കൊമ്പ് ഒടിയുന്നത് പോലെ ഞൊട്ടകൾ കേട്ടു. പിന്നെ ജുവലിൻ്റെ വില്ല് പോലെ വളഞ്ഞ പുരികങ്ങൾ കൂട്ടിമുട്ടി. എടി, എന്നും രാവിലെ കുമളി ഗേറ്റ് ബാറിൽ നിന്ന് 2 പെഗ് ക്രിസ്ത്യൻ ബ്രദേഴ്സും 2 പച്ചമുട്ടയെ അടിക്കുന്നതല്ലേ എൻ്റെ പതിവ്? അതങ്ങ് നിർത്തി. അവനൊരു ബീഡി കത്തിച്ച് പുകയൂതി. എൻ്റെ ചക്കര അപ്പോൾ കുടി നിർത്തി. ജുവൽ പുഞ്ചിരിച്ചു. അവളുടെ കവിളിൽ 2 നുണക്കുഴികൾ തെളിഞ്ഞു. പിന്നെയും കോപ്പ്. തോക്കിൻ്റെ അകത്ത് മാത്രമല്ല, പുറത്തേക്കും കൂടി കയറി ഇങ്ങനെ കാഞ്ചി വലിക്കാതിരി. ആദ്യം മീശത്തുമ്പുകൾ മേലേക്കൊന്നു തള്ളി. അതായത് ബാറിലൊക്കെ ഇപ്പം മദ്യത്തിന് എന്താ വില? അതുകൊണ്ട് ബിവറേജസിൽ നിന്ന് ഒരു കുപ്പി വാങ്ങി വീട്ടിൽ വയ്ക്കും. രാവിലത്തെ യാത്രയും ഒഴിവാക്കാമല്ലോ. പിന്നെ നാടൻ കോഴിയുടെ കഴുത്ത് കണ്ടിച്ച് ലൈവായിട്ട് ചോര കുടിക്കുന്ന രാത്രിയിലെ എൻ്റെ ഏർപ്പാടുണ്ടല്ലോ, അതിൽ അങ്ങാടി മരുന്ന് കൂടി ചേർക്കാനും തീരുമാനിച്ചു. ജുവലിൻ്റെ മുഖം ഇരുണ്ടു. വലിയ കാര്യമായിപ്പോയി. എന്നാലും ഈ കുടി നിർത്തത്തില്ല അല്ലേ? അതെങ്ങനെ? ഒരു വല്യമ്മച്ചിയുണ്ടല്ലോ എല്ലാത്തിനും വളം വെച്ച് തരാൻ. അവൾ ചുണ്ടുകൂട്ടി. എന്നെ പറഞ്ഞോണം, അല്ലാതെ വീട്ടിലിരിക്കുന്ന വല്യമ്മച്ചിയെ പറഞ്ഞാലുണ്ടല്ലോ. ആദിയുടെ മുഖം ചുവന്നു. ജുവലിൻ്റെ തല കുനിഞ്ഞു. ആദി കൈനീട്ടി അവളുടെ താടി പിടിച്ചുയർത്തി. പിന്നെ ആ കണ്ണുകളിലേക്ക് നോക്കി. എടി പെണ്ണേ, കുടിച്ചില്ലെങ്കിൽ പിന്നെ ഈ എന്നെ എന്തിനു കൊള്ളാമെടി? മാത്രമല്ല നീ ഈ പെരിയാറ്റിലേക്കൊന്ന് നോക്കിക്കേ. പാറകളല്ലാതെ എന്തുണ്ട് ഇവിടെ? കുടിക്കാനും കുളിക്കാനും നദിയിൽ വെള്ളമുണ്ടോ? മുകളിൽ അണക്കെട്ടി നിർത്തിയിരിക്കുമല്ലേ വെള്ളം മുഴുവൻ. ഇതേക്കുറിച്ച് ചിന്തിക്കുമ്പം ഇവിടെ താമസിക്കുന്ന ഒരു പൗരൻ കുടിച്ചില്ലെങ്കിലേ അത്ഭുതം. ജുവൽ നനഞ്ഞു തുടങ്ങിയ കണ്ണുകൾ കൊണ്ട് വീണ്ടും നദിയിലേക്ക് നോക്കി. സത്യമാണ്, മഴക്കാലം കഴിഞ്ഞാൽ വെള്ളമില്ല. നദിക്ക് ഇരുവശത്തുമുള്ള ഏലക്കാടുകളും കുരുമുളക് തോട്ടങ്ങളുമൊക്കെ ഉണങ്ങി വരളും. പിന്നെ ഒരു ബക്കറ്റ് വെള്ളം വേണമെങ്കിൽ നെട്ടോട്ടമാണ്. ആദിശങ്കരൻ തുടർന്നു. വണ്ടി പെരിയാറ്റിലും ചപ്പാത്തിലും ആൾക്കാർ നിരാഹാരം കിടന്നിട്ട് എന്തായി? 100 വർഷം കൂടി അണക്കെട്ടിന് കുഴപ്പമൊന്നുമില്ലെന്നല്ലേ ബുദ്ധിയുണ്ടെന്ന് കരുതുന്ന ഓരോരുത്തന്മാർ പറയുന്നത്. അവൻ ബീഡി ഒന്നുകൂടി ആഞ്ഞു വലിച്ചിട്ട് കുറ്റിപ്പാറയിലേക്കിട്ടു. പക്ഷേ എല്ലാം കൂടി പൊട്ടിപ്പൊളിഞ്ഞ് എപ്പോഴാ അലറി കുതിച്ച് ഒലിച്ചു വരുന്നതെന്ന എൻ്റെ പേടി. ഉറക്കത്തിൽ അങ്ങനെ സ്വപ്നം കണ്ട് ഞെട്ടിയുണരുകയാ. ജുവലിൻ്റെ ശബ്ദത്തിൽ ഭീതി നിഴലിച്ചു. അതെന്തിനാടി പേടിക്കുന്നത്? ഡാം പൊട്ടിയാൽ എങ്ങനെ ഓടിപ്പോകണമെന്ന് പഠിപ്പിക്കാൻ ആളുകൾ വരണമെന്നല്ലേ പണ്ട് അധികാരികൾ പറഞ്ഞത്? അവൻ അവളിലേക്ക് ചേർന്നിരുന്നു. നല്ല കൂത്തായി. ഓടാൻ അവർ പഠിപ്പിക്കണോ? അവൾ അവൻ്റെ തോളിലേക്ക് തലച്ചയച്ചു. പിന്നെ വേണ്ടേ? ഏഷ്യാഡിലും ഒളിമ്പിക്സിലുമൊക്കെ അങ്ങനെയല്ലേ കോച്ചുമാർ? പിന്നെ
കോച്ചിരിക്കത്തേയുള്ളൂ. ചിരിച്ചുകൊണ്ട് ആദ്യ അവളുടെ മുടിയിഴകളിൽ തഴുകി. എനിക്കാണെങ്കിൽ ഉറക്കത്തിന് യാതൊരു കുറവുമില്ല. അതെന്താ? അടിച്ച് പൂക്കുറ്റിയായി കിടക്കുന്ന എനിക്ക് ഉറങ്ങാൻ എന്താ അടിപാട്? വേണമെങ്കിൽ നിന്റെ ടെൻഷനും ഞാൻ മാറ്റിത്തരാം. അവൻ അവളെ മെല്ലെയൊന്ന് പുണർന്നു. അവളുടെ മാറിടം അവൻ്റെ നെഞ്ചിലൊന്ന് ഉരസി. അത് വേണ്ട മോനെ. അവൾ കുതറി മാറി. അല്ല, മുല്ലപ്പെരിയാറിൻ്റെ പേരിൽ നേതാക്കന്മാരുമായി തെറ്റിപ്പിരിഞ്ഞ നിന്റെ ചേട്ടൻ്റെ കാര്യം എന്തായി? വണ്ടിപ്പെരിയാറിൽ നിരാഹാരം കിടക്കുന്ന അവൻ അടുത്ത കാലത്തെങ്ങാനും വടിയാകുമോ? അതോ നേതാക്കന്മാർ തന്നെ അവനെ തട്ടുമോ? പെട്ടെന്ന് ഓർത്തതുപോലെ അവൻ തിരക്കി. ദേ, തോന്നിയാസം പറയരുത്. ജുവലിൻ്റെ മുഖം ചുവന്നു. കൂട്ടുകാരനല്ലേ, നേരിട്ട് പോയി ചോദിക്കരുതോ? ചോദിക്കാനൊന്നും മടിയില്ല. അവരോട് മാത്രമല്ല, നിന്റെ ബാക്കി 2 ചേട്ടന്മാരോടും ഒരിക്കൽ ഞാൻ ചിലത് ചോദിക്കുന്നുണ്ട്, നിന്നെ എനിക്ക് തരത്തില്ലെങ്കിൽ. ആരൊക്കെയോ കുളിക്കടവിലേക്ക് വരുന്നത് കണ്ടപ്പോൾ ഇരുവരും എഴുന്നേറ്റു. പെട്ടെന്നാണ് അവൻ്റെ ഫോൺ ശബ്ദിച്ചത്. അവൻ നമ്പർ നോക്കി. കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് ദേവനായകം. ഫോൺ അവൻ കാതോട് ചേർത്തു. എന്താ സാറേ? നീ എവിടെയാ? കാളക്കരയുന്നത് പോലെ ദേവനായകത്തിൻ്റെ ശബ്ദം. ഇവിടെ അടുത്തുണ്ട്. എനിക്ക് നിന്നെ ഉടനെ കാണണം. സാറിപ്പം എവിടാ? ലോവർ ക്യാമ്പിലുണ്ട്. നീ പവർ ഹൗസിനടുത്തേക്ക് വാ. പുളിത്തോട്ടത്തിലെ കെട്ടിടത്തിൽ. കോൾ കട്ടായി. ആദിശങ്കരൻ്റെ നെറ്റി ചുളിഞ്ഞു. ആരാണാ? ജുവൽ സംശയത്തോടെ അവനെ നോക്കി. പറയാം, തിരിച്ചു വന്നിട്ട്. അവൻ ഏലക്കാട് കയറി വേഗം റോഡിലെത്തി. അപ്പുറത്തെ തേയിലത്തോട്ടത്തിന് നടുവിലൂടെ 2 മാനുകൾ ഓടിപ്പോകുന്നത് മിന്നായം പോലെ കണ്ടു. ഷർട്ടിൻ്റെ കൈകൾ തെറുത്ത് കയറ്റിയിട്ട് മുണ്ടു മടക്കി കുത്തി ആദി ബുള്ളറ്റ് ബൈക്കിൽ കയറി. കാതുകളിൽ വെടിയുണ്ടകളുടെ ശബ്ദം നിറച്ച് മലമടക്കുകളെ വിറപ്പിച്ചുകൊണ്ട് ബൈക്ക് പാഞ്ഞു. ഒരു നിശ്വാസത്തോടെ ജുവൽ അത് നോക്കി നിന്നു. വണ്ടി പെരിയാറ്റിൽ നിന്ന് 15 കിലോമീറ്റർ പിന്നിട്ടു. കുമളിയിലെത്തിയത് 10 മിനിറ്റ് കൊണ്ട്. എതിരെ വന്ന വാഹനങ്ങളെ വെട്ടിയൊഴിഞ്ഞും കൊടും വളവുകൾ ചരിഞ്ഞും തിരിഞ്ഞു പായുകയായിരുന്നു ബൈക്ക്. കുമളിയിൽ തിരക്കായിരുന്നു. ചെക്ക് പോസ്റ്റ് കടക്കാൻ കാത്തു കിടക്കുന്ന വാഹനങ്ങളുടെ നീണ്ട നിര. ഇവിടെ നിന്ന് തമിഴ്നാട്ടിലേക്കും അവിടെ നിന്ന് ഇങ്ങോട്ടും. പകുതി ഉയർത്തിക്കെട്ടിയ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൻ്റെ ക്രോസ് ബാറിനടിയിലൂടെ ബൈക്ക് കുതിച്ചു. അവിടെ നിന്നിരുന്ന ഗാർഡ് ആദ്യ കൈയുയർത്തി കാണിച്ചു. അവൻ തിരിച്ചു. അപ്പുറത്ത് തമിഴ്നാട് മണ്ണിൽ കമ്പത്തിന് തേനിക്ക് പോകുന്ന ബസ്സുകൾ നിരയായി കിടക്കുന്നു. ആദി ബൈക്കിൻ്റെ വേഗത കൂട്ടി. മുളങ്കാടുകളെ പിന്നിട്ട് അത് ഹെയർപിൻ വളവുകൾ ഇറങ്ങിക്കൊണ്ടിരുന്നു. താഴെ നിന്ന് ചരക്കു ലോറികൾ കയറ്റം കയറി വരുന്നു. ഇറച്ചിപ്പാലവും പെൻസ്റ്റോക്ക് പൈപ്പുകളും വേളാങ്കണ്ണി മാതാവിൻ്റെ കപ്പേളയും മുരുകൻ കോവിലും പിന്നിട്ട് ബൈക്ക് താഴ്വാരത്തെത്തി. പിന്നെ ലോവർ പെരിയാർ പവർ ഹൗസ് കഴിഞ്ഞു വലത്തേക്ക്. കുറച്ചു കഴിഞ്ഞപ്പോൾ പുളിത്തോട്ടം കണ്ടു. നിറയെ വാളംപുളികൾ കായ്ച്ചു നിൽക്കുന്ന മരങ്ങൾ. വീണ്ടും വലത്തേക്ക് തിരിഞ്ഞപ്പോൾ ബൈക്കിൻ്റെ ചക്രങ്ങൾക്കിടയിൽ പൊടിമണ്ണിളകി. പുളിത്തോട്ടത്തിന് നടുവിലുള്ള പഴയ കെട്ടിടത്തിന് മുമ്പിൽ മഹേന്ദ്രയുടെ അധികം പഴക്കമില്ലാത്ത ഒരു ജീപ്പ് കിടന്നിരുന്നു. അതിനരികിൽ അവൻ ബൈക്ക് നിർത്തിയതും ദേവനായകത്തിൻ്റെ ഡ്രൈവർ ഓടിയെത്തി. അണ്ണാ, സാറ് കാത്തിരിക്കുക. ആദിശങ്കരൻ ബൈക്കിലിരുന്ന് തന്നെ സ്റ്റാൻഡ് തട്ടി അത് വച്ചു. പിന്നെ ഹാൻഡിലിന് മീതെ കൂടി വലതുകാൽ വീശി ഇറങ്ങി. എന്താ ശശി, നിന്റെ സാറിന് കുറച്ചു നേരം നിന്ന് കൂടായോ? വെറുതെ ഇരുന്ന് പൃഷ്ഠം മരവിപ്പിക്കാതെ. ശശി അത് കേട്ട് ചിരിച്ചു. ആദിശങ്കരൻ തുറന്നു കിടന്നിരുന്ന വാതിൽ കടന്ന് അകത്തെത്തി. ദേവനായകവും മറ്റൊരാളും അവിടെ സെറ്റിയിൽ ഇരിപ്പുണ്ടായിരുന്നു. ദേവനായകത്തിൻ്റെ ഒപ്പം ഇരിക്കുന്ന മനുഷ്യനെ ആദ്യം മുമ്പ് കണ്ടിട്ടില്ല. അവനെ കണ്ടതും ഇരുവരും സീറ്റിൽ നിന്ന് അല്പം ഉയർന്നിട്ട് ഇരുന്നു. കറുത്തിരുണ്ട് തടിച്ച മനുഷ്യനാണ് ദേവനായകം. വെള്ള കതർ ഷർട്ടും മുണ്ടുമാണ് വേഷം. 55 വയസ്സ് വരും. കഷണ്ടി കയറിയ ശിരസും ക്ലീൻ ഷേവ് ചെയ്ത മുഖവും. ഇരിക്കാതെ, അയാൾ സെറ്റിയിലേക്ക് കൈ ചൂണ്ടി. ആദിശങ്കരൻ ഇരുന്നു. ദേവനായകം അപരനെ പരിചയപ്പെടുത്തി. ഇത് വന്ത്. ദേ, ആദി പറഞ്ഞു. കേരളത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ് മലയാളത്തിൽ മൊഴിഞ്ഞാൽ മതി. ദേവനായകം ഒന്ന് വിളറി. പിന്നെ ചിരിച്ചു. ജന്മം കൊണ്ട് ഞാൻ തമിഴിനല്ലേ ആദി? എന്തായാലും ജന്മം തന്നവൻ മലയാളിയല്ലേ? അപ്പൻ്റെ പാരമ്പര്യം മതി. അപ്പന് പിറന്നാൽ അങ്ങനെ വേണം. അവിടെ ഇരുന്ന മനുഷ്യൻ ഇരുവരെയും മാറി മാറി നോക്കി. അയാൾ മലയാളിയാണെന്ന് ആദിക്ക് ബോധ്യമായി. ശരി ശരി, ദേവനായകം പറഞ്ഞു. ഇദ്ദേഹം അങ്ങ് തലസ്ഥാനത്ത് നിന്ന് വന്നതാ. ജലസേചന വകുപ്പ് മന്ത്രി ചെട്ടിക്കുളങ്ങര സദാശിവൻ സാറിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിമാരിൽ ഒരാൾ. പേര് വർഗീസ് പുന്നത്തറ. ഹലോ. ആദിശങ്കരൻ മുന്നോട്ടാഞ്ഞ് അയാൾക്ക് കൈ കൊടുത്തു. ഒരു പ്രത്യേക ദൗത്യവുമായിട്ടാണ് പുന്നത്തറ സാറിൻ്റെ വരവ്, അതും പരമരഹസ്യമായിട്ട്. അതുകൊണ്ടാണ് ഈ കൂടിക്കാഴ്ച ഇവിടെയാക്കിയത്, ദേവനായകം വിശദീകരിച്ചു. സാർ വളച്ചു കെട്ടാതെ കാര്യം പറ. ആദിശങ്കരൻ പിന്നോട്ട് ചാഞ്ഞ് കൈകൾ ശിരസിന് പിന്നിൽ കോർത്തു വച്ചിരുന്നു. വണ്ടി പെരിയാറിൽ നിരാഹാരം കിടക്കുന്ന ആ ജയന്തൻ ആദിയുടെ കൂട്ടുകാരനല്ലേ? അതെ. ആദിയുടെ കണ്ണുകൾ കുറുകി. തൽക്കാലം എന്തെങ്കിലും പറഞ്ഞ് അവൻ്റെ സമരമൊന്നും അവസാനിപ്പിച്ച് തരണം. നിന്നെ കൊണ്ടേ അതിന് കഴിയൂ. ആദിശങ്കരൻ വർഗീസ് പുന്നത്തറയെയും ദേവനായകത്തെയും മാറി മാറി ശ്രദ്ധിച്ചു.
വളരെ പ്രതീക്ഷയോടെ അവനെ തന്നെ നോക്കിയിരിക്കുകയാണ് അവർ. ഇടുക്കി ജില്ലയിലെ മാത്രമല്ല, അയൽ ജില്ലകളിലെ കൂടി ജനങ്ങൾക്ക് വേണ്ടിയാ ജയന്തൻ്റെ സമരം. അവരുടെ പ്രാണനും സ്വത്തും സംരക്ഷിക്കാൻ വേണ്ടിയാ അവൻ ത്യാഗം ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ മന്ത്രിക്ക് ഇത്ര ചൊറിയേണ്ട കാര്യമെന്താണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ആദി പോക്കറ്റിൽ നിന്ന് ഒരു ബീഡി എടുത്ത് ചുണ്ടത്ത് വെച്ചു. അതേക്കുറിച്ചൊക്കെ നമ്മളെന്തിനാ ആദി കാടുകയറി ചിന്തിക്കുന്നത്? മന്ത്രി ഒരു കാര്യം പറഞ്ഞു, നമ്മളത് ചെയ്തു കൊടുക്കുന്നു. നമ്മളതിന് ബാധ്യസ്ഥരല്ലേ? ദേവനായകൻ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. ബാധ്യസ്ഥത ഒരുപക്ഷേ സാറിന് കാണും. എനിക്ക് അങ്ങേരുമായി യാതൊരു ഇടപാടുമില്ല. അവൻ ബീഡി കത്തിച്ചു പുകയൂതി. ജനം ഭയക്കുന്നത് പോലെ ഡാം പൊട്ടിയാൽ ചെട്ടിക്കുളങ്ങരയോ തലസ്ഥാനത്തോ കഴിയുന്ന സദാശിവൻ മന്ത്രിയുടെ ഒരു രോമത്തിന് പോലും കുഴപ്പമുണ്ടാവില്ല. പക്ഷേ നമ്മളൊക്കെ ചത്തുവീർത്ത് ഏതെങ്കിലും പാറയിടുക്കിലോ മണ്ണിനടിയിലോ ചെന്ന് കിടക്കും, അത്ര തന്നെ. ആദി, നിന്നെ പ്രതീക്ഷിച്ച ഞാൻ പുന്നത്ര സാറിനെ ഇങ്ങോട്ട് വരുത്തിയത്. ദേവനായകൻ തിളച്ചു വന്ന ദേഷ്യം ഉള്ളിലൊതുക്കി. അത് എന്നോട് ആലോചിച്ചിട്ടല്ലല്ലോ സാറേ. അത് പോട്ടെ, വണ്ടിപ്പെരിയാറിൽ ഇങ്ങനൊരു സമരം നടക്കുന്നതുകൊണ്ട് മന്ത്രിക്ക് എന്താ ചോർച്ചില്? അത് പിന്നെ അടുത്ത ആഴ്ച നിയമസഭാ സമ്മേളനം തുടങ്ങുകയല്ലേ. മറ്റുള്ളവർ സദാശിവൻ സാറിനെ പൊരിക്കും. മറുപടി പറഞ്ഞത് വർഗീസ് പുന്നത്രയാണ്. അത് മന്ത്രി മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ വേണ്ടത്ര താല്പര്യം എടുക്കാഞ്ഞിട്ടല്ലേ? ജനസേവനത്തിന് അങ്ങേരെ ആരെങ്കിലും അങ്ങോട്ട് പോയി ക്ഷണിച്ചോ? മറ്റുള്ളവർക്ക് കുതിക്കാൽ വച്ചും ഡൽഹിയിൽ പോയി പലരുടെയും കാലും തിരുമ്മിയുമൊക്കെയല്ലേ ഇലക്ഷനിൽ നിന്നതും ജയിച്ചതും മന്ത്രിയായതും. വികാരവിക്ഷോഭത്താൽ ആദിശങ്കരൻ്റെ ശബ്ദം അല്പം ഉയർന്നു. അങ്ങനെയുള്ളയാൾ ജീവിക്കേണ്ടത് ആർക്കു വേണ്ടിയാ? ജനങ്ങൾക്ക് വേണ്ടിയല്ലേ? എന്നിട്ടാണോ ജനങ്ങളെ ശവപ്പെട്ടിയിലാക്കാൻ വേണ്ടിയുള്ള ഈ പണി? മിസ്റ്റർ ആദി, പുന്നത്തറയുടെയും ഭാവം മാറി. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യമൊന്നും തിരക്കണ്ട. പറഞ്ഞത് ചെയ്യാൻ പറ്റുമോ? അതറിഞ്ഞാൽ മതി. പറ്റത്തില്ല. ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞതാ. ആദി താടിയൊന്ന് ചൊറിഞ്ഞു. എങ്കിൽ നിങ്ങൾക്ക് പോകാം. അത് തീരുമാനിക്കേണ്ടത് താനല്ലോടോ പന്നത്തറേ. എന്നെ ഇങ്ങോട്ട് വിളിച്ചത് ദേവനായകൻ സാറാ. അദ്ദേഹം പറഞ്ഞോളും. പക്ഷെ താനുണ്ടല്ലോ, കൂടുതൽ ഷൈൻ ചെയ്തേച്ച് അങ്ങ് തലസ്ഥാനത്തേക്ക് പോകണമെങ്കിൽ ഈ കുമളി കിടക്കണം. അതിന് ആരൊക്കെ കൂട്ടുണ്ടാലും എൻ്റെ പെർമിഷൻ വേണ്ടി വരും, ഓർത്തോ. രംഗം വഷളാവുകയാണെന്ന് ദേവനായകത്തിന് മനസ്സിലായി. അയാൾ പെട്ടെന്ന് ഇടപെട്ടു. നിങ്ങൾ തമ്മിലൊരു വഴക്കു വേണ്ട ആദി. ഞാൻ പറയുന്നത് നീയൊന്ന് കേൾക്ക്. അയാൾ എഴുന്നേറ്റ് വന്ന് അവൻ്റെ തോളിൽ കൈവച്ചു. അവൻ പതുക്കെ ആ കൈ മാറ്റിയിട്ട് എഴുന്നേറ്റു. ഞാൻ ഗുണ്ടയായിരിക്കാം സാറേ, പക്ഷേ അനീതിക്കെതിരെയേ ഞാൻ ഗുണ്ടായുസം കാണിക്കാറുള്ളൂ. തന്തയ്ക്ക് പ്രക്കാഴികയ്ക്ക് ആദിയെ കിട്ടത്തില്ല. മുഖമടച്ച് ഒരടിയേറ്റതുപോലെ തോന്നി ദേവനായകത്തിന്. എന്നിട്ടും അയാൾ ചിരിച്ചു. ആദി, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സഹായിച്ചിട്ടുള്ളവരാണ്. അതെന്നോട് പറഞ്ഞു തരണോ സാറേ? പക്ഷേ എല്ലാത്തിനും അതിൻ്റെതായ ന്യായങ്ങളുണ്ടായിരുന്നു. അവൻ തുടർന്നു. നിങ്ങളൊക്കെ കൂടി നിർബന്ധിച്ചിട്ടും നിങ്ങളോട് ആലോചിച്ചിട്ടുമല്ലേ ആദ്യകാലത്ത് ജയന്തൻ ഡാമിൻ്റെ പേരിൽ സമരം തുടങ്ങിയത്. പിന്നെ നിങ്ങളൊക്കെ കാലുവാരുമെന്ന് തോന്നിയപ്പോൾ അവൻ സമരം സ്വയം ഏറ്റെടുത്തു. അത് നിർത്തണമെങ്കിൽ നിങ്ങൾ തന്നെ അവനോട് സംസാരിച്ച് നോക്കണം. ഇല്ല, ദേവനായകൻ തലവെട്ടിച്ചു. അതൊന്നും ശരിയാവില്ല. അപ്പോൾ പിന്നെ എന്നോട് പറയുന്നത്? നിങ്ങൾ തമ്മിലുള്ള സൗഹൃദം വെച്ച്. ദേവനായകൻ പൂർത്തിയാക്കാൻ ആദ്യം സമ്മതിച്ചില്ല. നിർത്ത്. അവൻ കൈ ഉയർത്തി. എൻ്റെ സൗഹൃദം മുതലാക്കി ആരും അങ്ങനെ ഞെളിയണ്ട. അതിന് ഞാൻ സമ്മതിക്കത്തുമില്ല. എങ്കിൽ ഞങ്ങൾ തന്നെ ഇതിന് പോംവഴി കാണും. പക്ഷേ അതല്പം കടന്നു പോയെന്നിരിക്കും. വർഗീസ് പുന്നത്ര ഇടയ്ക്ക് കയറി പറഞ്ഞു. ആദി വെട്ടിത്തിരിഞ്ഞു. നിന്നോടല്ലടാ കോപ്പേ മിണ്ടരുതെന്ന് പറഞ്ഞത്. പുന്നത്ര ഭയന്നു പോയി. ആദി വീണ്ടും ദേവനായകത്തിൻ്റെ നേരെ തിരിഞ്ഞു. പ്രസിഡന്റ് സാറേ, ഇതിൻ്റെ പേരിൽ ജയന്തൻ എന്തെങ്കിലും സംഭവിച്ചാൽ അത് ദോഷമായിട്ട് ഭവിക്കും സാറിന്. എന്ത് സംഭവിക്കാൻ? ദേവനായകൻ കൈമലർത്തി. ആദിക്ക് വയ്യെങ്കിൽ ഈ പദ്ധതി നമ്മളിവിടെ ഉപേക്ഷിക്കുന്നു. എന്താ? അതാവും നല്ലത്. അവൻ തിരിഞ്ഞു. എങ്കിൽ ഞാനങ്ങോട്ട്. ശരി. വർഗീസ് പുന്നത്തറയോ ഒന്നുകൂടി നോക്കിയിട്ടാണ് ആദി പുറത്തേക്ക് നടന്നത്. പുറത്ത് ബൈക്ക് സ്റ്റാർട്ടായി. കാറ്റിൽ പുളിങ്കൊമ്പുകൾ ആടി ഉലയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട് ദേവനായകം? പുന്നത്തറ ചോദിച്ചു. പെട്ടെന്ന് പിന്നിലെ വാതിൽക്കൽ ഒരു ശബ്ദം. ഇരുവരും അങ്ങോട്ട് തിരിഞ്ഞു. ഒരു പോലീസ് ഓഫീസർ, കുമളി സർക്കിൾ ഇൻസ്പെക്ടർ പരശുറാം. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അവനെടുക്കത്തില്ലെന്ന്. എന്തായാലും എന്നെ കാണാഞ്ഞത് ഭാഗ്യം. അയാൾ വന്ന് സെറ്റിയിലിരുന്നു. കാക്കിക്കുപ്പായത്തിനുള്ളിലായിരുന്നെങ്കിലും ഒരു ഗുണ്ടയുടെ ഭാവമായിരുന്നു പരശുറാമിന്. ജയന്തൻ നിങ്ങളുടെ അനുജനല്ലേ? നിങ്ങൾക്ക് സംസാരിച്ചുകൂടെ അവനോട്? പുന്നത്ര CIയെ നോക്കി. നല്ല കാര്യമായി. എന്നിട്ട് വേണം ചാനലുകാർക്കും പത്രക്കാർക്കും അത് ആഘോഷിക്കാൻ. അയാൾ കൈകൾ കൂട്ടിത്തിരുമ്മി. ഒന്ന് ഞാൻ പറഞ്ഞേക്കാം ദേവനായകൻ. ആദ്യം ഇതറിഞ്ഞ നിലയ്ക്ക് ഇനി ആദ്യം തീർക്കേണ്ടത് അവനെയാ. അല്ലെങ്കിൽ കളി മാറും. അവനില്ലാതാകേണ്ടത് എൻ്റെയും കൂടി ആവശ്യമാണ്. പരശുറാം എഴുന്നേറ്റു മുറിയിലൂടെ 2-3 ചാൽ നടന്നു. ഇക്കാര്യത്തിൽ കളിയുടെ ക്യാപ്റ്റൻ ഞാനാവാം. ദേവനായകം കളത്തിലൊന്ന് നിന്നു തന്നാൽ മതി. സമ്മതിച്ചു. പരശുറാം കൈനീട്ടി. ദേവനായകം തൻ്റെ കൈപ്പത്തി അയാളുടെ കയ്യിൽ വെച്ചു കൊടുത്തു. അവനുണ്ടല്ലോ ആദി, എൻ്റെ വീട്ടിൽ അവന് സർവ്വ സ്വാതന്ത്ര്യമാണ്. ഒരിക്കൽ പപ്പയുടെ ജീവൻ രക്ഷിച്ചതിൻ്റെ പേരിൽ. പക്ഷേ വച്ച് പൊറുപ്പിക്കത്തില്ല ഞാൻ. പരശുറാമിൻ്റെ പല്ലുകൾ ഞെരിഞ്ഞു.
പുളിത്തോട്ടത്തിൽ വീണ്ടും കാറ്റ് വട്ടം ചുറ്റി. പൊടിപടലങ്ങൾ ഇളക്കിക്കൊണ്ട് അത് മേലേക്കുയർന്നു. അടുത്ത നിമിഷം പരശുറാമിൻ്റെ സെൽഫോൺ ഇരമ്പി. അയാൾ അറ്റൻഡ് ചെയ്തു. സാർ. അവൻ സമ്മതിച്ചില്ല അല്ലേ? സാർ. ആ നേരത്ത് വേളാങ്കണ്ണി മാതാവിൻ്റെ കപ്പേളക്കരികിൽ എത്തിയിരുന്നു ആദിയുടെ ബൈക്ക്. മുന്നിലെ ഹെയർപിൻ വളവ് തിരിഞ്ഞ് അത് മുകളിലേക്ക് കുതിച്ചു. പെൻ സ്റ്റോക്ക് പൈപ്പുകൾക്ക് മീതെയുള്ള ആദ്യത്തെ ബ്രിഡ്ജിലെത്തിയതും മുന്നിലൊരു പാണ്ടിലോറിയുടെ മുഖം. ഇടിമിന്നൽ പോലെ പാഞ്ഞു വരികയായിരുന്നു അത്. ആദി അലറിക്കൊണ്ട് ബൈക്ക് വെട്ടിച്ചു. അടുത്ത നിമിഷം നടുക്കുന്ന ഒരു ശബ്ദത്തോടെ ലോറി ബൈക്കിൽ വന്നിടിച്ചു. മലമടക്കുകളിൽ ആ ശബ്ദം പ്രകമ്പനം കൊണ്ടു. ബൈക്കിനെ ഇടിച്ചു നിരക്കിക്കൊണ്ട് വന്ന വേഗത്തിൽ തന്നെ ലോറി മുന്നോട്ട് പാഞ്ഞു. കരിങ്കുകളിലിരുന്ന കുരങ്ങന്മാർ പ്രാണഭീതിയോടെ ചിതറിയോടി. കപ്പേളയ്ക്ക് മുമ്പിൽ നിന്നിരുന്ന കൈക്കാരൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അയ്യോ! അയാളുടെ തൊണ്ടക്കുഴിയിൽ ഒരു വിലാപം കുരുങ്ങി. ആദിശങ്കരൻ റോഡിന്റെ സംരക്ഷണ ഭിത്തിക്ക് മുകളിലേക്ക് തെറിക്കുന്നതും അവിടെ നിന്ന് ഉരുണ്ട് റോഡിലേക്ക് വീഴുന്നതും അയാൾ കണ്ടു. ലോറിയുടെ സ്പീഡ് അല്പം പോലും കുറഞ്ഞിരുന്നില്ല. തീപ്പൊരി ചിതറിച്ചുകൊണ്ട് ബൈക്കിനെ ഇടിച്ചു നിരക്കി വന്ന വേഗത്തിൽ തന്നെ അത് വളവിനടുത്തേക്ക് പാഞ്ഞു. അതിനിടെ ഡ്രൈവർ തലപ്പുറത്തേക്ക് നീട്ടി പിന്നോട്ടൊന്ന് നോക്കി. പെട്ടെന്ന് ഒരു ബസ്സിന്റെ നടുക്കുന്ന ഹോൺ കേട്ടു. ലോറി ഡ്രൈവർ കിടുങ്ങിപ്പോയി. ഹെയർപിൻ വളവ് തിരിഞ്ഞ് കയറ്റം കയറി വന്ന ബസ് തൊട്ടുമുന്നിൽ. ലോറിയും ബസ്സും മുഖാമുഖം. ഡ്രൈവർ ഞൊടിയിടയിൽ ലോറി ഇടത്തേക്ക് വെട്ടിച്ചു. അയാൾക്ക് ബ്രേക്ക് അമർത്താനുള്ള നേരം കിട്ടിയില്ല. അതിനു മുമ്പേ തൊട്ടുമുന്നിലെ കൊടും വളവിൽ കരിങ്കൽ തീർത്ത സംരക്ഷണ ഭിത്തി ചിതറി. ലോറി ചെങ്കുത്തായ കൊക്കയിലേക്ക് പാഞ്ഞുപോയി. ഒരു മിന്നായം പോലെയേ ഡ്രൈവർക്ക് അത് കാണാൻ കഴിഞ്ഞുള്ളൂ. ബസ്സിലിരുന്ന ആളുകളിൽ നിന്ന് നിലവിളി ഉയർന്നു. ബസ്സിന്റെ ഡ്രൈവർ വണ്ടി ചവിട്ടി നിർത്തിയിട്ട് ചാടിയിറങ്ങി. തൊട്ടു പിന്നാലെ യാത്രക്കാരും. റോഡിന്റെ വക്കിൽ നിന്ന് അവർ താഴേക്കെത്തി നോക്കി. പുതുതായി ഒരു പാത കൊക്കയിലേക്ക് നിർമ്മിച്ചതുപോലെ ലോറി പോയ ഭാഗം കണ്ടു. ഇടയിലെന്തോ ഒരു തിളക്കം. പാറയിൽ കുരുങ്ങിക്കിടക്കുന്ന ബൈക്ക്. ലോറി കാണാനേ കഴിഞ്ഞില്ല. അങ്ങു താഴെ പുൽച്ചെടികളുടെ വലിപ്പത്തിൽ കാട്ടുമരക്കൊമ്പുകൾ ഉലയുന്നത് മാത്രം കണ്ടു. കപ്പേളയിലെ കൈക്കാരനെല്ലാം കണ്ടു സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും മുകളിൽ നിന്ന് റോഡിലേക്ക് വീണ ആദിശങ്കരൻ വല്ലവിധേനയും എഴുന്നേറ്റു. അവൻ്റെ കണ്ണുകൾക്ക് മീതെ കൂടി ശിരസിൽ നിന്ന് ചോര താഴേക്കൊഴുകി. കാഴ്ച മങ്ങിയെന്ന് തോന്നിയ അവൻ കൈകൊണ്ട് ചോര വടിച്ചു കളഞ്ഞു. ശരീരത്ത് അങ്ങിങ്ങു നീറ്റലും വേദനയും. എന്താണ് സംഭവിച്ചതെന്ന് ഓർക്കാൻ പോലും അവന് മിനിറ്റുകൾ വേണ്ടി വന്നു. വീണ്ടെടുത്ത ഓർമ്മയിൽ പാഞ്ഞെടുക്കുന്ന ലോറിയുടെ മുഖം. ബൈക്ക് വെട്ടിച്ചു മാറ്റാൻ നേരമോ സ്ഥലമോ ഇല്ലായിരുന്നു. കൂട്ടിയിടി നടന്ന നിമിഷം തന്നെ താൻ ബൈക്കിൽ നിന്ന് ചാടി. അല്ലായിരുന്നെങ്കിൽ തറയിൽ വീണുകിടന്ന തൻ്റെ സെൽഫോൺ ആദ്യം കണ്ടു. അതെടുത്തുകൊണ്ട് അവൻ മുന്നോട്ട് നടക്കാനാഞ്ഞു. ആരൊക്കെയോ അവൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തല ചുറ്റുന്നത് പോലെ അവന് തോന്നി. പിന്നെ ബോധം വീണ്ടും കിട്ടുമ്പോൾ കുമളിയിലെ സെൻറ്റ് അഗസ്റ്റിൻ ഹോസ്പിറ്റലിലായിരുന്നു അവൻ. ആദിയുടെ കണ്ണുകൾ ആദ്യം പതിഞ്ഞത് മുന്നിൽ നിന്നിരുന്ന ജുവലിൻ്റെ മുഖത്താണ്. തൊട്ടരികിൽ സുരേന്ദ്രനാഥ് നിൽക്കുന്നു, ജുവലിൻ്റെ പപ്പ. ജുവലിൻ്റെ കണ്ണുകൾ തുളുമ്പാൻ പാകത്തിൽ നിറഞ്ഞിരുന്നു. ആദി ഒന്ന് ചിരിച്ചു. പിന്നെ ചുറ്റും നോക്കി. ഞാൻ എവിടാ? ആദി എഴുന്നേൽക്കാൻ ഭാവിച്ചു. വേണ്ട, കിടന്നോ, സുരേന്ദ്രനാഥ് പറഞ്ഞു. നീ ആശുപത്രിയിലാ. മിന്നായം പോലെ ആദിയുടെ മനസ്സിൽ പഴയ രംഗങ്ങൾ തെളിഞ്ഞു. സുരേന്ദ്രനാഥിൻ്റെ വാക്കുകളെ അവഗണിച്ച് അവൻ എഴുന്നേറ്റിരുന്നു. ശിരസിന് വല്ലാത്ത ഭാരം. അവൻ കൈകൊണ്ട് തടവി നോക്കി. തലയ്ക്ക് വട്ടം ചുറ്റി ഒരു കെട്ട്. ശരീരത്തിലും അങ്ങിങ്ങു ബാൻഡേജുകൾ. ഒടിവോ മറ്റോ ഉണ്ടോ? അവൻ ഇരുവരെയും മാറി മാറി നോക്കി. ഇല്ല, പറഞ്ഞത് ജുവലാണ്. അപ്പോൾ എവറിത്തിങ് ഓക്കെയാ? ആദി വീണ്ടും ചിരിച്ചു. ഈ സംഭവം നടന്നിട്ട് എത്ര നേരമായി കാണും സാറേ? 1.5 മണിക്കൂർ. ഞാനും മോളും ഇവിടെ വരെ വന്നതാ. അപ്പോഴാണ് വിവരം അറിഞ്ഞത്. സുരേന്ദ്രനാഥ് ഒരു കസേര വലിച്ചിട്ടിരുന്നു. മോനെ, പെട്ടെന്നൊരു ശബ്ദം വാതിൽക്കൽ നിന്ന് മൂവരും തിരിഞ്ഞു നോക്കി. മാതിരി മുത്തശ്ശിയാണ്. 70 വയസ്സോളം ഉണ്ടെങ്കിലും ചെറുപ്പക്കാരുടെ ചുറുചുറുക്കാണ് മുത്തശ്ശിക്ക്. അവർക്കൊപ്പം പരുന്ത് ലിജോയുമുണ്ട്. ആദിയുടെ അടുത്ത സുഹൃത്താണവൻ. മുത്തശ്ശി കിടക്കയുടെ തൊട്ടടുത്തെത്തി ആദിയെ ആപാദ ചൂടം ഒന്ന് നോക്കി. ആരാടാ നിന്നോടിത് ചെയ്തത്? ആ കഴിവറുടെ മക്കളെ വെറുതെ വിടരുത്. അവരാദ്യം പറഞ്ഞത് അങ്ങനെയാണ്. സുരേന്ദ്രനാഥും ജുവലും അമ്പരന്ന് പോയി. മുത്തശ്ശി തുടർന്നു. എന്നാലും ഇത്ര നേരമായിട്ടും നീ എന്നെ വിവരമൊന്നും അറിയിച്ചില്ലല്ലോടാ. ബോധം പോകും മുമ്പ് അതിന് കഴിഞ്ഞില്ല മുത്തശ്ശി. ആദിശങ്കരൻ കൈനീട്ടി അവരുടെ കയ്യിൽ പിടിച്ചു. അപ്പോൾ നിന്റെ ബോധം പോയോ? ആ പോട്ടെ, വാടാ വീട്ടിൽ പോവാം. ഈ അവസ്ഥയിലോ? സുരേന്ദ്രനാഥ് നെറ്റിച്ചുളിച്ചു. അല്ല പിന്നെ, ഇവിടെ കിടക്കാൻ മാത്രം കുഴപ്പമൊന്നും എൻ്റെ ചെറുക്കനില്ല സാറേ. ഈ മുറിവൊക്കെ ജുവൽ പകുതിക്ക് നിർത്തി. മുറിവോ? ഇതോ? എൻ്റെ കൊച്ചേ, ഈ ആശുപത്രിയൊക്കെ എന്നാ ഉണ്ടായത്? ഇപ്പോഴും എൻ്റെ കയ്യോ കാലോ മുറിഞ്ഞാൽ ഒരു പച്ച മുട്ടയും കാട്ടുപോത്തിൻ്റെ ചാണകവും സമം ചേർത്തരച്ച് തേക്കത്തേയുള്ളൂ. നേരത്തോട് നേരം കഴിയുമ്പോൾ മുറിവൊക്കെ പമ്പ കിടക്കും. ചാണകമോ? ജുവൽ നെറ്റി ചുളിച്ചു. അതേന്നേ, ചാണകം തന്നെ. നാട്ടിലെ പശുക്കൾക്ക് കാലിത്തീറ്റയെന്നും പറഞ്ഞു കൊടുക്കുന്ന വിഷമല്ല കാട്ടുപോത്തിൻ്റെ ചാണകം. അതൊന്നാന്തരം മരുന്നാ, അവർ പറഞ്ഞു. എന്നാലും മുത്തശ്ശി, സുരേന്ദ്രനാഥ് പൂർത്തിയാക്കും മുമ്പ് ആദ്യം പറഞ്ഞു.
മുത്തശ്ശി പറഞ്ഞത് നേര് തന്നെ സാറേ. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായിരുന്ന സാറിനെ അത് പഠിപ്പിക്കണ്ടല്ലോ. പിന്നെ സുരേന്ദ്രനാഥ് മിണ്ടിയില്ല. അയാൾ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറായിരുന്നു. പരുന്ത് ലിജോ അവൻ്റെ അടുത്ത് കിടക്കയിലിരുന്നു. എന്താ ഉണ്ടായത്? പറയാം. അവൻ കണ്ണിറുക്കി. ആദിശങ്കരൻ കിടക്കയിൽ നിന്ന് ഇറങ്ങി. ശരീരം ഇടിച്ചു നുറുക്കിയതുപോലെയുള്ള വേദന. പക്ഷേ അതവൻ കാര്യമാക്കിയില്ല. അപ്പോൾ ലിജോ, നീ പോയി ഇവിടുത്തെ കാശൊക്കെ സെറ്റിൽ ചെയ്യേ, നമുക്ക് പോകാം. ശരിയടാ. ലിജോ പുറത്തേക്ക് പോയി. എങ്കിൽ സാറും വിട്ടോ, ഞാൻ പിന്നെ അങ്ങോട്ട് വരാം. അവൻ സുരേന്ദ്രനാഥിനെ നോക്കി. പെട്ടെന്ന് CI പരശുറാമും 2 കോൺസ്റ്റബിൾമാരും കടന്നു വന്നു. പപ്പയെയും പെങ്ങളെയും അവിടെ കണ്ട് അയാൾ നെറ്റിച്ചുളിച്ചു. പക്ഷേ രോഷം ഉള്ളിലൊതുക്കി. നിങ്ങൾ ഇത്ര വേഗം ഇങ്ങെത്തിയോ? സുരേന്ദ്രനാഥ് ഒന്ന് തലയാട്ടി. പിന്നെ ആദിക്ക് നേരെ തിരിഞ്ഞു. എങ്കിൽ ഞങ്ങൾ പോവാടാ. ശരി സാറേ. സുരേന്ദ്രനാഥും ജുവലും വാതിക്കലേക്ക് നീങ്ങി. അതിനിടെ ജുവൽ സങ്കടത്തോടെ അവനെ ഒന്നുകൂടി നോക്കി. ഇപ്പോൾ പൊട്ടിക്കരയുമെന്ന മട്ടിൽ. പരശുറാം അത് കണ്ടു പല്ലിറുമി. അയാൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ആക്സിഡൻ്റ് ആയിരുന്നോടാ, അതോ വല്ല ട്രാപ്പും? ഒന്നും ഇപ്പോൾ തീർത്തു പറയാൻ പറ്റത്തില്ല സാറേ. രണ്ടിനും സാധ്യതയുണ്ട്. ആദി കൈകൾ കൂട്ടിത്തിരുമ്മി. കേസും പുകിലും ഒന്നും വേണ്ട സാറേ. വല്ലവനും പണി തന്നതാണേൽ എൻ്റെ ചെക്കൻ തിരിച്ചങ്ങ് കൊടുത്തോളും, മുത്തശ്ശി ഇടയ്ക്ക് കയറി പറഞ്ഞു. അത് കേട്ട് പരശുറാം പോലും ഒന്നമ്പരന്നു. ആദിശങ്കരൻ്റെ മുത്തശ്ശിയെക്കുറിച്ച് കുമളിക്കാർക്ക് മുഴുവൻ അറിയാം. കാട്ടാന മതമിളകി വന്നാലും പോടാ പുല്ലേന്നും പറഞ്ഞ് നിന്ന് കളയും. ഒരിക്കൽ റോസാപ്പൂക്കണ്ടത്തിൽ വെച്ച് അങ്ങനെയൊരു സംഭവം ഉണ്ടായതുമാണ്. കാട്ടാനക്കൂട്ടം ഏലവും കുരുമുളകും വാഴയുമൊക്കെ തകർക്കുകയായിരുന്നു. ആളുകൾ നാലുപാടും ചിതറിയോടിയപ്പോൾ മുത്തശ്ശി മാത്രം മുന്നിൽ നിന്ന് ആനകളെ കല്ലെടുത്തെറിഞ്ഞുകൊണ്ടിരുന്നു. അന്ന് ആനക്കൂട്ടത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ആദിശങ്കരന് നന്നേ പാടുപെടേണ്ടി വന്നു. എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കാം ആദി. പരശുറാം മീശയിലൊന്ന് തടവി. അത് വേണ്ട സാറേ. ഏത് റൂട്ടിൽ നിന്ന് വന്ന പണിയാണെന്നൊക്കെ എനിക്കൊരു ഊഹമുണ്ട്, അവൻ തുടർന്നു. പിന്നെ നിരാഹാരം കിടക്കുന്ന ജയന്തനിൽ ഒരു ശ്രദ്ധ വേണം. പരശുരാമിൻ്റെ ഉള്ളിൽ ഒരു നടുക്കമുണ്ടായി. ഒന്നും അറിയാത്തതുപോലെ അയാൾ അമ്പരപ്പ് ഭാവിച്ചു. കഥ തുടരും.